വട്ടിയൂർക്കാവിൽ തന്നെ ജനവിധി തേടുമെന്ന് കെ മുരളീധരൻ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് ക്യാമ്പ് ആവേശത്തിലാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി തത്വത്തിൽ അത് മാറിക്കഴിഞ്ഞു. നേരത്തെ പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ വിവിധ മണ്ഡലങ്ങളിലും തിരുവനന്തപുരം സെൻട്രലിലും മുരളീധരൻ മത്സരിക്കണമെന്നും പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വ്യക്തമായ മറുപടി പറയാതെ പാർട്ടി തീരുമാനിക്കുമെന്നും മത്സരത്തിന് ഇനി ഇല്ലെന്നുമാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചത്. ഹൈക്കമാൻഡ് നടത്തിയ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പ്രധാന പേര് മുരളീധരന്റേതായിരുന്നു. മുരളീധരൻ മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. ഈ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞ മുരളീധരൻ വട്ടിയൂർക്കാവിൽ തന്നെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന് അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. മുരളീധരൻ വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറിയതിനെ തുടർന്ന് 2019 ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട മണ്ഡലം ഏതുവിധേനയും തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. തൃശൂരിലെ അപ്രതീക്ഷിത തിരിച്ചടികൾക്ക് ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് കരുതിയെങ്കിലും വട്ടിയൂർക്കാവ് വീണ്ടെടുക്കാൻ മുരളീധരൻ തന്നെ വേണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വവും അണികളും. 2011-ലും 2016-ലും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മുരളീധരൻ മത്സരിച്ച് വിജയിച്ചിരുന്നു. നിയമസഭാംഗമായിരിക്കെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോവുകയും ലോക്സഭയിൽ വിജയം നേടുകയും ചെയ്തു. പിന്നീട് വട്ടിയൂർക്കാവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്ത VK പ്രശാന്ത് വിജയം നേടുകയായിരുന്നു. ലോക്സഭാംഗമായിരിക്കെ നേമത്ത് നിന്നും നിയമസഭയിലേക്കും കെ മുരളീധരൻ മത്സരിച്ചു. BJPയുടെ വിജയസാധ്യതയെ അത് വലിയ രീതിയിൽ ബാധിച്ചു. LDFന്റെ V ശിവൻകുട്ടിയാണ് അന്ന് വിജയിച്ചത്. BJPയുടെ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചത് കെ മുരളീധരനായിരുന്നു എന്നതാണ് വാസ്തവം. ഇതിൽ RSS BJP നേതാക്കൾക്കും പ്രവർത്തകർക്കും മുരളീധരനോട് കടുത്ത വിരോധത്തിന് ഇടയാക്കിയിരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വിവിധ വാർഡുകളിൽ BJPയാണ് ഭരിക്കുന്നത്. മേയർ VV രാജേഷിന്റെ കൊടുങ്ങാനൂർ വാർഡ് ഈ മണ്ഡലത്തിലാണ്. ഹിന്ദു വോട്ടർമാർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ നായർ സമുദായത്തിനാണ് മുൻതൂക്കം. ഈഴവ, ദളിത് വിഭാഗങ്ങൾക്കും കാര്യമായ സ്വാധീനമുണ്ട്. ക്രൈസ്തവ, മുസ്ലിം വിഭാഗങ്ങൾ ഏകദേശം 25% ഈ പ്രദേശത്തുണ്ട്. കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ ഇറങ്ങുന്നതോടെ BJP ആരെ കളത്തിലിറക്കുമെന്ന ചർച്ചകളും സജീവമാണ്. മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാലിന്റെ പേരും മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സഹോദരനും സഹോദരിയും നേർക്കുനേർ വരുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. ആരൊക്കെ എതിരെ വന്നാലും പത്മജയെ നിയമസഭ കാണിക്കില്ലെന്ന പ്രഖ്യാപനം കോൺഗ്രസ് നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്.